സിജോ വി ജോൺ കൂടി ചേർന്ന് തരുന്നുണ്ട്. സിജോ, ഈ VSSC റിപ്പോർട്ടിൽ അവ്യക്തത വരാൻ കാരണം എന്താണ്? 2 തവണയാണ് SIT സംഘം ശബരിമലയിലെത്തി പരിശോധന നടത്തിയിരുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായ പരിശോധനകൾ VSSCയിൽ നടത്തുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് വ്യക്തത വരുന്നത്. പക്ഷേ ഇതിന്റെ തൂക്കം സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് SITയെ സംബന്ധിച്ച് കുഴയ്ക്കുന്നത്. കാരണം എത്രത്തോളം സ്വർണം പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു കണക്ക് വേണം എന്നുള്ളതാണ്. 989 ഗ്രാമാണ് ഇതിൽ നിന്ന് കവർന്നെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിൽ നിന്നും കട്ടളപ്പാളിയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. പക്ഷെ അതിന്റെ കൃത്യമായ ഒരു തൂക്കവും ഒക്കെ വ്യക്തമാകുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ പരിശോധനകൾ വേണം എന്ന നിഗമനത്തിലേക്ക് SIT എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനായിട്ടാണ് വീണ്ടും ഇപ്പോൾ VSSCക്ക് അപ്പുറത്തേക്ക് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധനയ്ക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഈ SIT സംഘം വീണ്ടും സന്നിധാനത്തെത്തും. അവിടുന്ന് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തും. തുടർന്ന് ആ പരിശോധനയിലൂടെ കുറച്ചുകൂടി വ്യക്തത വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്തായാലും അന്വേഷണ സംഘത്തിനുള്ളത്. അക്കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിനുള്ള അനുമതി ഇപ്പോൾ കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ അടുത്തെങ്ങും ഈ അന്വേഷണ സംഘത്തിന് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം ഇതുവരെയും ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ പരിശോധനകളിലൂടെ ഒരു കൃത്യമായ വിവരത്തിലേക്ക് അതിന്റെ തൂക്കം സംബന്ധിച്ച വിവരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നാൽ മാത്രമേ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ പരിശോധനകളിലൂടെ ഇത് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഇനി തുടർ പരിശോധനകളുടെ അതിന്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും ഈ കുറ്റപത്രം ഇനി തയ്യാറാക്കുക എന്നുള്ളത്. സ്വാഭാവികമായും ഇനി നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം ഈ വരും ദിവസങ്ങളിൽ ഈ പത്മകുമാറും അതോടൊപ്പം തന്നെ വാസുവും ഒക്കെ സ്വാഭാവിക ജാമ്യം തേടി പുറത്തു വരാനുള്ള സാധ്യത കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിൽ ഇതുവരെയും ഒരു അതൃപ്തി ഈ ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞതാണ് ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ്. കാരണം ഇതിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, ശാസ്ത്രീയമായ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കുന്നുള്ള കാര്യം ഹൈക്കോടതിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്രയും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയും ഉള്ളത്. സ്വാഭാവികമായും അതുകൊണ്ടാവും ഈ SITയുടെ ആവശ്യം കോടതിയെ അനുവദിക്കുകയും കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയായി തന്നെ കരുതേണ്ടി വരും. കാരണം ഇത്രയും നാളുകളായി ഇതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ട് അതിന്റെ കൃത്യമായ ഒരു വിവരങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണം അതെവിടെയാണെന്നുള്ളത് സംബന്ധിച്ചും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശരി, സിജോ വി ജോൺ ആണ് വിവരം. സിജോ, ഒറ്റ കാര്യം കൂടി, ഈ കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് SIT നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ അത് സംബന്ധിച്ച സൂചന ഉണ്ടാവുമോ? കടകംപള്ളി സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ എന്തായാലും ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. കാരണം പ്രാഥമികമായിട്ടുള്ള ഒരു വിവരശേഖരണം മാത്രമാണ് ഇവരിൽ നിന്ന് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന മൊഴിയൊക്കെ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ച് വരികയും ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കുകയാണ്. അതുകൊണ്ട് അതിൽ എത്രത്തോളം വിവരങ്ങളുണ്ടെന്ന് അറിയാൻ അറിയില്ല. ഒരുപക്ഷെ അധിക വിവരങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അതിന്റെയൊക്കെ പരിശോധനകളിലൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള വിവരങ്ങളും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത ഉൾപ്പെടെയുള്ള വിവരങ്ങളും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, കുറ്റപത്രം ഇനിയും വൈകുമെന്ന സൂചനയാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം സാമ്പിൾ പരിശോധന വീണ്ടും നടത്താനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. VSSCയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ വ്യക്തതയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു.